പിന്നെ ഇൻഫെക്ഷൻ അല്ലാതൊരു ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഇതിൽ ആക്ച്വലി വളരെ കോമൺ ആയിട്ട് കാണുന്ന റെഡ് ഐ ഉണ്ട്, അലർജിക് ഗ്രൂപ്പ്. അത് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തില്ല. അത് വളരെ കോമൺ ആണ് ഇവിടെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ദുബായിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഈ അലർജിക് ആയിട്ടുള്ളത്. ചുമ തന്നെ ഇരിക്കും, ഇതുപോലെ തന്നെ ഇരിക്കും. പെട്ടെന്ന് അതും സീസണലായിട്ട് വരാം. ചില ഈ ഫ്ലവറിങ് സീസണിലൊക്കെ ഈ പോളൻ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് സീസണലായിട്ട് വരാം, ഈ പ്രത്യേക സീസണിൽ. അല്ലാതെ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൊടി എന്തെങ്കിലും കണ്ണിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണങ്ങ് ബൾജായിട്ട് ചില ആൾക്കാരൊക്കെ പേടിച്ച് ഓടി വരും, കണ്ണെന്തോ ഇങ്ങനെ തുറിച്ച് ബൾജായിട്ടിരിക്കുക. അത് ചെറിയൊരു പൊടി എന്തെങ്കിലും കണ്ണ് തിരുമ്മി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബൾജാവും. അത് പേടിക്കാനുള്ളതൊന്നുമല്ല, സീരിയസ് ഒന്നുമല്ല. പെട്ടെന്ന് അത് തന്നെ ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റോടെ മാറാവുന്നു. പിന്നെ വേറെ ഗ്രൂപ്പുള്ളത് വളരെ നീണ്ടു നിൽക്കുന്ന ടൈപ്പ് അലർജി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ക്ലൈമറ്റിൽ എന്തെങ്കിലും പറ്റാത്തൊരു ഇതുണ്ടെങ്കിൽ അതിനുള്ളൊരു സെൻസിറ്റിവിറ്റി ആയിട്ട് വരാം. എന്തെങ്കിലും ചില ആൾക്കാർ മരുന്ന് എന്തെങ്കിലും യൂസ് ചെയ്യുക, എന്തെങ്കിലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ, ഇപ്പോൾ ഗ്ലോക്കോമേൻ്റെ മരുന്നുകൾ, അതുപോലെ ഇപ്പോൾ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ കണ്ണിലോട്ട് ഇങ്ങനെ എന്തെങ്കിലും കെമിക്കലായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ഈ എക്സ്പോഷർ വരുമ്പോൾ ഗ്രാജുവലായിട്ട് അവർക്ക് അതിന് അലർജി ഡെവലപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റെഡ്നെസ് വന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അതിൻ്റെ പെട്ടെന്ന് ഒരു ഡോസ് കൂടുതലായിട്ട് അലർജി ഉള്ള സാധനം തട്ടുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് പെട്ടെന്ന് നമ്മൾ റെഡ് ഐ ആയിട്ട് അങ്ങനെയായിട്ട് വരാം. പിന്നെ ഈ അലർജിയിൽ തന്നെ നമ്മളിപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിൽ പ്രത്യേക ടൈപ്പായിട്ട് വരുന്നുണ്ട്. സാധാരണ യങ് ബോയ്സ് ഒക്കെയാണ് കാണുന്നത്. ഈ വെർണൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറയും. വെർണൽ അതൊരു പ്രത്യേക, അത് അങ്ങനെ ഒരു പേരാണ് അതിൻ്റെ, വെർണൽ കൺജങ്ക്റ്റിവിറ്റിസ്. അലർജിക്കാണ് അതിന്, അങ്ങനെ അത് അലർജിക്കാണ്. അത് ചില ആൾക്കാർക്കൊക്കെ ആസ്മയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ വരാം, അല്ലാത്ത വരാം. സാധാരണ ഇപ്പോൾ ഏതൊക്കെ പോളനൊക്കെ ഒരു കാരണമാണ്. അലർജിക് എന്ന് പറയുന്നത് സാധാരണ അത് ചെറിയൊരു ഷോർട്ട് ഡ്യൂറേഷനിലാണോ? രണ്ട് ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു പെട്ടെന്ന് ഇതുപോലെ ഷോർട്ടായിട്ട് എന്തെങ്കിലും തട്ടിയിട്ട് ഒരു ടെമ്പററി ആയിട്ട് വരാം. ചിലപ്പോൾ സീസണലായിട്ട് റിക്കറൻറ്റ് സീസണിൽ ആദ്യ സീസണിൽ വന്ന് അവർക്ക് വീണ്ടും അത് തുടങ്ങും. ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മളിത് എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വരും. പിന്നെ അത് എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ അവരങ്ങ് മാറും. കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഈ സിംറ്റംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് കൂടും ഇടയ്ക്ക് കുറയും. പിന്നെ ഈ വെർണൽ കൺജങ്ക്റ്റിവിറ്റിസ് എന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുണ്ട്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ സപ്പോസ് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല, സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഗ്രാജുവലായിട്ട് ഈ കണ്ണിൻ്റെ ഈ ഐലിഡിൻ്റെ അടിയിലെ അപ്പർ ലിഡിൻ്റെ അടിയിലുള്ള ഭാഗം അതൊരു റിയാക്ഷൻ വന്ന് അതിങ്ങനെ സ്കിന്ന് ഫോൾഡ് ചെയ്ത് അവസാനം ഇങ്ങനെ റൗണ്ട് നമ്മൾ ഈ പെബിൾസ് വെച്ച പോലെ കോബിൾ സ്റ്റോൺ ആണ് അതിൻ്റെ അപ്പിയറൻസിന് പറയുന്നത്. നമുക്ക് എങ്ങനെ മനസ്സിലാവും ഡോക്ടർ? ചുമന്ന ഇതുകൊണ്ട് അതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ പോള മറിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് കണ്ടിട്ട് നമുക്കത് പറയാം. പിന്നെ കണ്ണിൽ തന്നെ അതിൻ്റെ ഒരു കുറേ കാലം കഴിയുമ്പോൾ കുറേ ആൾക്കാർക്ക് ഈ അലർജി വന്ന് അവരുടെ കണ്ണിൻ്റെ കളറൊക്കെ തന്നെ അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ടാവും. നമ്മൾ ഈ സൺബേൺ അല്ല, സൺ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ടാനിങ് വരില്ലേ, കണ്ണിലൊക്കെ ടാനിങ് വന്നൊരു മഡി അപ്പിയറൻസ്, ഒരു നമ്മൾ ജീവനില്ലാത്ത കണ്ണെന്നൊക്കെ പറയില്ലേ, പലപ്പോഴും അങ്ങനെ അത് കുറേ കാലം കഴിയുമ്പോൾ അത് ട്രീറ്റ് ചെയ്യില്ലെങ്കിൽ അങ്ങനെ ഒരു. പിന്നെ ഇതിൽ ഈ കൃഷ്ണമണിയിൽ ഇൻഫെക്ഷൻ അല്ല, ഇതിൻ്റെ ഈ ഇഫക്റ്റേ നമ്മൾ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഇത് വന്നിട്ട് ചിലപ്പോൾ കണ്ണൊക്കിട്ട് റബ്ബ് ചെയ്യാതെയും വരാം. റബ്ബ് ചെയ്തിട്ട് കഴിഞ്ഞ് കണ്ണിൻ്റെ തൊലിയൊക്കെ പോയി കംപ്ലീറ്റ് ഡാമേജായി ചിലപ്പോൾ കോർണിയയിൽ തന്നെ അൾസറായിട്ട് വരാം. ഇതിൻ്റെ ഇതുമായിട്ട് കാഴ്ചയൊക്കെ നഷ്ടപ്പെടാവുന്ന വിധത്തിലുള്ള അത്രയും സീരിയസ് ആയിട്ട് വരാവുന്നൊരു കാര്യമാണത്. പക്ഷെ നോർമലായിട്ടൊരു 10 വയസ്സ് 15 വയസ്സൊക്കെ ആകുമ്പോൾ നോർമലായിട്ട് ഇത് അങ്ങ് ഡിസപ്പിയറായി. പിന്നെ തന്നെ ഈ അലർജിയിൽ വരുന്ന അറ്റോപ്പിക് എന്ന് പറയും. നമ്മൾ ഈ ആസ്മ അങ്ങനത്തെ ബന്ധപ്പെട്ടുള്ള ഒരുതരം അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മൾ ഫേസിൽ കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ഒരുതരം അലർജി, സ്കിൻ അലർജി, ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അറ്റോപ്പിക് എന്ന് പറയും. അത് കണ്ണിനെ ബാധിക്കാം. അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളതാണ്. കണ്ണിൻ്റെ പോളയിലൊക്കെ ഡാമേജ് വരാം, കണ്ണിൻ്റെ കൃഷ്ണമണിയിലൊക്കെ ഡാമേജ് വരാം, കാഴ്ചനൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ. അലർജി ആകുമ്പോൾ നമ്മൾ പലപ്പോഴും പലരും കണ്ടിട്ടുണ്ട്, അലർജി എന്ന് പറയുമ്പോൾ എന്നാൽ സാരമില്ല എന്നുള്ള. പക്ഷെ അതും അത് പ്രോപ്പറായിട്ട് വളരെ സേഫായിട്ട് ചികിത്സിക്കാവുന്നേ ഉള്ളൂ. ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷനായി കാഴ്ചയൊക്കെ നഷ്ടപ്പെടാവുന്ന വിധത്തിൽ വരെ എത്തിച്ചേരാവുന്ന ഒരു സിറ്റുവേഷനാണ് അതും അലർജി. ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്, ട്രീറ്റ്മെൻറ്റ് ശരിക്കും നമ്മൾ ഓരോന്നിനും ഇൻഡിവിജ്വൽ, ഓരോന്നിനും ഡിഫറെൻറ്റ്. അലർജി ആണെങ്കിൽ അതിന് വേറെ ആണ്, ഇപ്പോൾ ബാക്ടീരിയൽ ആണെങ്കിൽ അതിന് വേറെയാണ്. ബാക്ടീരിയൽ തന്നെ നമ്മൾ ചില കേസിൽ ഇപ്പോൾ നമ്മൾ ഗോണോകോക്കസ് ആണെങ്കിൽ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ അനുസരിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ആണെങ്കിൽ കൾച്ചർ ചെയ്യാം. കൾച്ചർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഏത് ബാക്ടീരിയ ആണെന്നൊക്കെ അനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. ഓരോരോ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ഒരു ഇൻഫെക്ഷൻ്റെ അത് കൾച്ചർ ചെയ്താലാണ് നമുക്കത് കൾച്ചർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടൂല. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ അക്യൂട്ട് മറ്റേ ഗോണോകോക്കൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് വെച്ചിട്ട് ഒരാളിപ്പോൾ ചുമന്നത് വന്നിട്ട് നമുക്കിപ്പോൾ അത് എങ്ങനെ മെയിൻലി അത് ക്ലിനിക്കലായിട്ട് നമ്മുടെ അത് പേഷ്യന്റിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ സിംറ്റംസ് വെച്ച്. ഒന്ന് സിംറ്റംസ് ഉണ്ടാവും, പിന്നെ ഡിസ്ചാർജിൻ്റെ ക്യാരക്ടർ,
പിന്നെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ, ഇങ്ങനെയുള്ള പലതും വെച്ചിട്ട് അത് അസോസിയേറ്റഡ് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. കൺജങ്ക്റ്റിവൈറ്റിസിൽ അങ്ങനെ നമ്മൾ എസ്പെഷ്യലി ഇപ്പം നമ്മൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കൾച്ചറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നോർമൽ കേസിൽ അത് കൾച്ചർ അപൂർവ കൾച്ചറൊന്നും അധികം റുട്ടീനായിട്ടൊന്നും ചെയ്യാറില്ല. വളരെ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു ഗുണക്കോക്കസ് ആണോ അല്ലയോ എന്നുള്ള സംശയം വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ അതിൽ വരുമ്പോഴേ ക്ലമീഡിയയിൽ നമുക്ക് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്പോട്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇത് ചെയ്യാവുന്നത് അവയിൽ. പക്ഷേ റുട്ടീനായിട്ട് നമ്മൾ അതൊന്നും ചെയ്യാറില്ല. അതെല്ലാം ക്ലിനിക്കലായിട്ട് തന്നെ അസസ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഇതൊരു പ്രിവെൻഷനാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോൾ അധികം പ്രിവെൻഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ പേഴ്സണൽ ഹൈജീൻ തന്നെ ബേസിക് ആയിട്ട്. പേഴ്സണൽ ഹൈജീൻ നമ്മൾ കൈയെല്ലാം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക, കണ്ണിൽ അനാവശ്യമായിട്ട് കണ്ണ് തൊടാതിരിക്കുക, കൈ ക്ലീൻ ആവാതെ. പിന്നെ ടവൽസും അതും ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ചോദിച്ചാൽ ഒരു ടിഷ്യൂ യൂസ് ചെയ്യും റിപ്പീറ്റ് ചെയ്ത് അത് റോൾ ചെയ്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ നിന്ന് കണ്ണിലേക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ടവൽ എങ്ങനെയാണെങ്കിൽ ടവൽ ഇതൊക്കെ ഷെയർ ചെയ്യുക മെയിനായിട്ട്. പിന്നെ വെള്ളം ഇവിടെ സംബന്ധിച്ചോളം അത് വലിയ ഇതില്ല. വെള്ളം സ്റ്റെറൈൽ വാട്ടർ ആയതുകൊണ്ട് വെള്ളം വഴിയുള്ള ഇൻഫെക്ഷൻ ഇവിടെ വളരെ കുറവാണ്. പലർക്കും ഇപ്പം ചില കേസിലൊക്കെ ഇൻഫെക്ഷൻ അങ്ങനെ വരാവുന്ന സിറ്റുവേഷനിലും അത് വരാതെ സൂക്ഷിക്കുന്നുണ്ട്. കാരണം കണ്ണിലൊക്കെ പൊടിയൊക്കെ വീണ് കഴിഞ്ഞാലും ഇൻഫെക്ഷൻ ആവാത്ത വെള്ളത്തിൻ്റെ. ഡോക്ടർ എനിക്കും ആ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഈ കണ്ണ് ചുമന്നിരിക്കുമ്പോൾ നോക്കാനൊരു ടെൻഷൻ. എനിക്ക് തോന്നുന്നു പല പ്രേക്ഷകർക്കും ആ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്കും എനിക്കുമൊക്കെ ക്ലിയർ ചെയ്ത് തന്നതിനും ഡോക്ടറെ വിലയേറിയ സമയം ഞങ്ങൾ ചെലവഴിച്ചതിനും വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു.